കോപ്പ ഡെൽ റേ സെമിഫൈനൽ ആദ്യപാദ പോരാട്ടത്തിൽ സമനിലയിൽ പിരിഞ്ഞ ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും. ആവേശകരമായ മത്സരത്തിൽ ഇരു ടീമുകളും 4 ഗോളുകൾ വീതം നേടി. മത്സരത്തിൽ ഇരു ടീമുകളുടെയും തിരിച്ചുവരവ് കാണാനായി ബാഴ്സയുടെ മൈതാനത്ത് 50-ാം സെക്കൻഡിൽ ജൂലിയൻ അൽവാറസിന്റെ ഗോളിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഡെടുത്തു. 6-ാം മിനിറ്റിൽ ഗ്രീസ്മാന്റെ ഗോൾ അത്ലറ്റിക്കോയുടെ ലീഡ് ഇരട്ടിയാക്കി. എന്നാൽ ബാഴ്സ ശക്തമായി തിരിച്ചുവന്നു. 19-ാം മിനിറ്റിൽ പെഡ്രിയും 21-ാം മിനിറ്റിൽ കോർണറിൽ നിന്നും പാവു കുബാർസിയും ലക്ഷ്യം കണ്ടതോടെ ബാഴ്സലോണ ഒപ്പമെത്തി. 41-ാം മിനിറ്റിൽ മറ്റൊരു കോർണറിൽ നിന്ന് ഇനീഗോ മാർട്ടിനസിന്റെ ഹെഡർ ഗോൾ കൂടി വന്നതോടെ ബാഴ്സലോണ ആദ്യ പകുതിയിൽ 3-2 മുന്നിൽ. രണ്ടാം പകുതിയിൽ 74-ാം മിനിറ്റിൽ ലാമിൻ യമാലിന്റെ അസിസ്റ്റിൽ ലെവൻഡോസ്കിയുടെ ടാപ്പിൻ ഗോൾ ബാഴ്സലോണയെ 4-2 മുന്നിലെത്തിച്ചു. എന്നാൽ അത്ലറ്റിക്കോ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. 84-ാം മിനിറ്റിൽ മാർക്കസ് യോറന്റെയും ഇഞ്ചുറി ടൈമിൽ സൊള്ളോത്തും ലക്ഷ്യം കണ്ടതോടെ കളി സമനിലയിൽ അവസാനിച്ചു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 68% ബോൾ പൊസിഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. 16 ഷോട്ടുകളാണ് ബാഴ്സലോണ ആകെ തൊടുത്തത്. 9 ഷോട്ട് ഓൺ ടാർഗറ്റ്. 680 പാസുകൾ 88% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 10 ഷോട്ടുകളാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് തൊടുത്തത്. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്. 323 പാസുകൾ 77% കൃത്യതയോടെ അത്ലറ്റിക്കോ മാഡ്രിഡ് പൂർത്തിയാക്കി. ഏപ്രിൽ 3-നാണ് കോപ്പ ഡെൽ റേ സെമിഫൈനൽ 2-ാം പാദ മത്സരം നടക്കുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.